എടി ഹെമ, ഇതൊക്കെ എൻ്റെ മദർ ഗിഫ്റ്റ് ചെയ്തതാ. ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫേവറേറ്റ് ഡോളായിരുന്നു. അവൾ മരിച്ചു പോയപ്പില്ലേ അമ്മ എനിക്ക് ഈ ഡോള് തന്നതാ. എങ്ങനെയുണ്ട് ഈ ഡോള്? നല്ലതല്ലേ? എടി എന്ത് നല്ല പാവ. ഇത്ര നല്ല പാവ എൻ്റെ ജീവിതത്തിലേ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് നോക്കിക്കോട്ടെ. ഹായ്, നല്ലതല്ലേ? ഇത് നല്ല ഭംഗിയുള്ള ഡാളാണ്. എനിക്കറിയാലോ ഞാനൊരു ഡാളിൻ്റെ ആളാണ്. എനിക്ക് പണ്ട് തന്നെ ഒരു ലോഡ് ഡോൾ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഫുള്ളും ഡസ്റ്റും ഇതൊക്കെ ആയിട്ട് അമ്മ അത് കത്തിച്ചളഞ്ഞു. പിന്നെ അത് ഒട്ടും ഇതല്ലായിരുന്നു, എൻ്റെ പാർട്ടിക്കായിരുന്നല്ലോ. അപ്പം അമ്മയ്ക്ക് ലോഡ് ഡോൾ ഗിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ വലിയതല്ലേ. അപ്പം എനിക്കൊരു ഡോൾ ഇല്ലാണ്ടായപ്പോഴാണ് എനിക്ക് തെറ്റിയത്. എടി എന്നെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് 2 പാവയ്ക്കുണ്ടാവും. പക്ഷെ എനിക്കോ കുറേ പാവകളുണ്ട്. നീയാണ് ഈ വേൾഡ് വൺ ഓഫ് ദ ബെസ്റ്റ്. എടി എനിക്കറിയാലോ, എനിക്ക് ഈ പാവൻ നല്ലോണം ഇഷ്ടമാണ്. നമുക്കില്ലേ നമ്മൾ നാളെ മൂവി നൈറ്റ് ആയിട്ടില്ലേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ വിളിക്കാം. നമുക്ക് സൊഫിയനെയും വിളിക്കാം, എമലീനെയും വിളിക്കാം, പിന്നെ ആരെ വിളിക്കണോ? അത്ര പേര് നമ്മൾക്ക് വിളിക്കാവേ. പിന്നെ എൻ്റെ അമ്മേനെ വിളിക്കണേ നമുക്ക് വിളിക്കാം. പിന്നെ നമുക്കില്ലേ ഇവിടെ നിന്ന് നമ്മുടെ പാവ വെച്ചിട്ടില്ലേ നമുക്ക് ഒരു ഹൊറർ സ്റ്റോറി കാണാം. ഇവള് പിന്നെ എന്താ ഹൊറർ സ്റ്റോറി നമുക്ക് കെട്ടിപ്പിടിച്ചാൽ ഇവിടെ നല്ലതായിരിക്കും. എടി എടി ആ ലൈറ്റ് ഒന്നോ? ഓക്കെ, നമുക്ക് ഇന്ന് ഉറങ്ങാം. അതെ, ഇപ്പൊ ഓഫ് ചെയ്യാം. എടി വന്നൊക്കെ എടുക്കടി. ആടിതേ വന്നു. ഞാൻ കിടന്ന് ഉറങ്ങിയേണേ. വേഗം വാ. അതില്ലേ നമുക്ക് നാളെ സ്കൂളിൽ പോകാനുണ്ട്. അത് ശരി, നീ പറഞ്ഞത് ഞാൻ കള്ളാൻ പറഞ്ഞതാ. നാളെ സൺഡേ അല്ലേ, സ്കൂളൊന്നും ഇല്ലാലോ. നാളെ സൺഡേ അല്ലേടി. നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിനെ എന്തായാലും വിളിക്കണം കേട്ടോ നാളെ. നാളെ അല്ലേടി ഞങ്ങളുടെ പാർട്ടി? യെസ്. എടി കുറച്ച് ക്രീപ്പിംഗ് കൂടി ആക്കിയിട്ടില്ലേ നമുക്ക് ഫുൾ ഡെക്കറേഷൻ വേണോ? ഓക്കെ, ഹലോവിൻ തീം ആക്കാലോ നമുക്ക്. ഒക്ടോബർ അല്ലേ, ഹലോവിൻ നാളെ അല്ലേ. അപ്പോൾ കുറച്ച് ഇതൊക്കെ ഡെക്കറേഷൻ വേണം. ഇക്കടെ ഇറങ്ങിയണേ, വേഗം വാ. എന്താ പറ്റി? ഈ പാവക്കെടുന്ന് പാവിന് പ്രശ്നമുണ്ടോ? ഇതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഇതിന്റെ പേര് അനബലാണോ? എന്നാലും നല്ല പേരാണല്ലോ. എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും ഞാൻ കണ്ടത്. എന്നെ പേടിപ്പിച്ചു പോയി. ഇത് തോന്നുന്ന ഡ്രീംസ് ആയിരിക്കും. നൈറ്റ് മേഴ്സ് നല്ല സ്കേരി ആയിരിക്കും. ഹലോവീൻ ആയതുകൊണ്ടല്ലേ അങ്ങനെ ഇരിക്കും. അന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ റിയൽ ലൈഫിലാണെങ്കിൽ ഞാൻ പേടിച്ച് വരച്ചേനെ. ഇവള് നല്ല ലക്കിയസ്റ്റ് ആണ് ഈ ഡോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. മോർണിംഗ് ആയോ? എണീക്കട്ടെ. ബ്യൂട്ടിഫുൾ മോർണിംഗ്. മോർണിംഗ് അത് രാത്രിയാണല്ലേ. നമുക്ക് കുറേ ഹലോവിൻ തിങ്സ് അങ്ങനെ കുറേ നമുക്ക് എന്താ പറയുക പാർട്ടി പർപ്പസ് അങ്ങനെ കുറേ സ്ഥലം വേണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ. ഇനി അവരെന്നെ കാണുന്നില്ല. എനിക്ക് അവരെ 2 പേരുടെ ബോഡിയിലേക്ക് കയറണം. എൻ്റെ പ്ലാൻ എന്തായാലും മറക്കാവണം. അവരെ കൊന്നിട്ടേ കാര്യമുള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ പറ്റിയ കാര്യങ്ങൾ അവരും അതുപോലെ ആക്കണം. അവർക്ക് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കും. അവർ വിചാരിക്കുന്ന അവർ നല്ല ബ്യൂട്ടിഫുൾ ഡോളാണ്. പക്ഷെ ഞാൻ ഒരു ഡോളല്ല. എൻ്റെ പേര് അനബലെന്ന്. എൻ്റെ ഒറിജിനൽ പേരെന്തൊക്കെയെന്നറിയോ ഗൈസ്? എൻ്റെ ഒറിജിനൽ പേര്
ചെയ്യണം. എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാം, പക്ഷെ എൻ്റെ സ്റ്റോറി നല്ല വേഴ്സ്റ്റാണ്. എന്നെ കൊന്നയാളെയും ഞാൻ ഇപ്പം തന്നെ തപ്പി നടക്കും. ഇനി എമ്മിലും അവരൊക്കെ വിചാരിക്കുന്നുണ്ട് തിയേറ്ററിൽ വരണ്ട, അപ്പം തന്നെ ഞാൻ അവരെ കൊന്നല്ലോ. എൻ്റെ പ്ലാൻ വർക്ക് അവർ വരുന്നുണ്ട്, കിടന്നുറങ്ങുമല്ലോ അഭിനയിക്കാൻ. എനിക്ക് നല്ലൊരു ഹാപ്പി. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അമ്മമാര്, അമ്മ ഞാൻ പറ്റിയില്ല, അവർ പിന്നെ നമ്മൾ സ്നാക്സ് കഴിക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ.